അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ പ്രതിഷേധിച്ചു. പുനരധിവാസവും ധനസഹായവും പ്രഖ്യാപിക്കാത്തതിനാലായിരുന്നു പ്രതിഷേധം. ചർച്ചകൾക്ക് പിന്നാലെ പട്ടിണി സമരം നടക്കുന്നുണ്ടായിരുന്നു. ക്യാമ്പിൽ കഴിയുന്ന 25 കുടുംബങ്ങളോട് വീടുകളിലേക്ക് മടങ്ങാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. ജെയിനസ് രാജു വിവരങ്ങളുമായി ചേരുകയാണ്. ജെയിൻ, വലിയ ഭീഷണിയിലാണ് ഈ കുടുംബാംഗങ്ങൾ. ഇനിയും എപ്പോഴാണ് ദുരന്തമുണ്ടാകുന്നത് എന്നത് സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് മടങ്ങുക എന്ന നിർദ്ദേശം പരിഗണിക്കുക ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അവരുടെയൊക്കെ ആദ്യം മുതൽ തന്നെയുള്ള പ്രതികരണം. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിർദ്ദേശം ഉണ്ടാകുന്നത്? അവിടെ പരിശോധനയൊക്കെ നടത്തിയിരുന്നല്ലോ. സുരക്ഷിതമാണ് എന്നുള്ളതാണോ ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ? മാധു, അങ്ങനെ തന്നെയാണ്. അതായത് മുഴുവൻ ആളുകളും സുരക്ഷിതമാണെന്നല്ല, മൊത്തം 44 കുടുംബങ്ങളാണുള്ളത്. അതിൽ 25 കുടുംബങ്ങൾ ഈ മണ്ണിടിച്ചിലുള്ള അല്ലെങ്കിൽ റെഡ് സോൺ എന്ന് തിരിക്കപ്പെടുന്ന പ്രദേശത്തുള്ളവരല്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് 25 കുടുംബങ്ങളോട് അവരെ വീട്ടിലേക്ക് മാറ്റണം എന്നൊരു ഉത്തരവ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ നിലപാട് മയപ്പെടുത്തുകയും താല്പര്യമുള്ളവർക്ക് മാത്രം വീട്ടിലേക്ക് മടങ്ങിയാൽ മതി എന്ന ഒരു നിലപാട് ജില്ലാ ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെ ഏതെങ്കിലും രീതിയിലൊരു ധനസഹായമോ അല്ലെങ്കിൽ പുനരധിവാസമോ സംബന്ധിച്ച് ഒരു തീരുമാനവും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടില്ല. അപ്പൊ അതിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ വലിയ അമർഷത്തിലാണ്. അവർക്ക് ആശങ്കയും അക്കാര്യത്തിലുണ്ട്. അതിനെ തുടർന്നാണ് അവർ ഇന്ന് രാവിലെ മുതൽ പട്ടിണി സമരം ആരംഭിച്ചത്. ക്യാമ്പിൽ ഭക്ഷണം വെക്കാതെ എല്ലാവരും പട്ടിണിയായിട്ടിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. പക്ഷേ രാവിലെ 10 മണിയോടുകൂടി ജില്ലാ കളക്ടറുമായി ഓൺലൈനായി ഈ ക്യാമ്പിലുള്ളവർ ഒരു ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ നാളെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ, മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ പുനരധിവാസം സംബന്ധിച്ച ഒരു യോഗം ചേരുന്നുണ്ടെന്ന് ജില്ലാ കളക്ടർ ഈ ക്യാമ്പിലെ അംഗങ്ങളെ അറിയിച്ചു. അതുവരെ ഇത്തരം പ്രതിഷേധങ്ങളിലേക്ക് പോകരുത് എന്നൊരാവശ്യമാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളത്തെ യോഗത്തിന് ശേഷം എന്ത് തീരുമാനമാണ് ഉണ്ടാവുക അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക. ശരി.